എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഒരാഴ്ചയായിട്ട് വീഡിയോ ഇടാണ്ടിരുന്നത് എനിക്ക് യൂട്യൂബിനകത്ത് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കമൻറ്റിന് മറുപടി തരാനും കമ്മ്യൂണിറ്റി ടാബ് ഒന്നും ആക്റ്റീവ് അല്ലായിരുന്നു. എല്ലാം ഇററായിട്ടാണ് കാണിക്കുന്നത്. ഓൾറെഡി ഞാൻ 2 വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പബ്ലിക് ആക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഇന്നലെ തൊട്ടാണ് അതെല്ലാം മാറിയത് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഇതിപ്പോൾ മൂന്നാമതെടുത്ത വീഡിയോ ആണ്. ഇതാണിപ്പം പബ്ലിക് ആവുന്നത്. മറ്റേത് ഇതുവരെയും പബ്ലിക് ആവുന്നില്ല. അത് യൂട്യൂബിൻ്റേതായ എന്തോ പ്രോബ്ലം ആയിരുന്നു. സ്ട്രൈക്കോ കാര്യങ്ങളൊന്നും അല്ലായിരുന്നു കേട്ടോ. അത് തന്നെ മാറി ഇനി തൊട്ട് വീഡിയോ ഇടുന്നതാണ്. ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ ആട്ടോ എഴുന്നേറ്റേക്കുന്നത്. സ്കൂൾ അടച്ചെങ്കിലും മക്കൾക്ക് പള്ളിയിൽ വേദപാഠത്തിൻ്റെ ക്ലാസ് ഉണ്ട്. 3 ദിവസത്തെ ക്ലാസ്സാണ്. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറ് കൊണ്ടുപോകണം. അതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റേക്കുന്നത്. അപ്പം സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലെ കഴിക്കാനുള്ള ഇഡ്ഡലി റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്ന ഇഡ്ഡലിയും സാമ്പാറുമാണ്. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കറിയും കൂടി ആവുമല്ലോ സാമ്പാറുണ്ടെങ്കിൽ. കഴിഞ്ഞ വെള്ളിയും ശനിയും ഞായറെല്ലാം ഇവിടുത്തെ പള്ളിയിലെ പെരുന്നാളായിരുന്നു കേട്ടോ. നമ്മൾ പോകുന്ന പള്ളിയിലെ പെരുന്നാളായിരുന്നു. അപ്പം അതിൻ്റെ എല്ലാം വീഡിയോ എടുത്ത് വെച്ചിട്ട് തിങ്കളാഴ്ച അത് പോസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പം അത് പബ്ലിക് ആവുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിലും ഞാനത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാൻ താല്പര്യം ഉണ്ടെന്നുള്ളവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോളൂ. അങ്ങനെ രാവിലത്തെ ഭക്ഷണം കഴിക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി വീഡിയോ എടുക്കാനായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചില്ല. ചേട്ടായിക്കും മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുത്തു. എനിക്ക് കഴിക്കാനായിട്ട് സമയത്തിൻ്റെ കുറച്ചൊരു കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അടുക്കളത്തോട്ടത്തിലോട്ട് വന്നിട്ട് പയറെല്ലാം പറിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഒരു 4-5 പ്രാവശ്യമായിട്ട് പയർ കിട്ടി കേട്ടോ. അപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ ഇവിടെ കറി വെച്ചു. പിന്നെ 1-2 പ്രാവശ്യമൊക്കെ അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുത്തു കേട്ടോ. അപ്പം വലിയൊരു കീടബാധയൊന്നുമില്ല പയറിന്. നട്ടതിൻ്റെ അനുസരിച്ചുള്ള വിളവ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡാർക്ക് കളറിലെ പയറിന് നല്ലൊരു ടേസ്റ്റാട്ടോ തോരൻ വെച്ച് കഴിഞ്ഞാൽ. പിന്നെ കുറച്ച് ഒടിച്ചിടുന്ന പയർ, നാടൻ പയറുണ്ടാവില്ല, അതായത് അരി മാത്രമായിട്ട് കിട്ടുന്ന ആ ഒരു പയറും പുറകുവശത്ത് നട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ നീളം പയർ കറി വെക്കുന്നതിന് കൂടെ ഇതിൻ്റെ അരി എടുത്തിട്ട് കറി വെക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ പയറുകളൊന്നും ഹൈബ്രിഡ് പയറല്ല കേട്ടോ. നാടൻ വിത്തുകളായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അരി എടുത്ത് വെച്ചാൽ തന്നെ പിന്നീട് കുഴിച്ചിടാനായിട്ട് പറ്റും കേട്ടോ. ഇതൊക്കെ കൂടുതലും മഴക്കാലത്താണ് നന്നായിട്ട് കായ്ക്കുന്നത്. അപ്പോൾ അതാ ഇത്രത്തോളം പയറാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മോൾ ഇവിടെ നിന്നൊരു ഹോംവർക്ക് ചെയ്യുകയാണ്. പള്ളിയിൽ നിന്ന് കൊടുത്തുവിട്ട ഹോംവർക്കാണ് കേട്ടോ. തലേ ദിവസം ചെയ്യാൻ പറഞ്ഞ് കൊടുത്തുവിട്ടതാണ്. അപ്പോൾ അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വന്നിട്ട് ഇതാ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കിയ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. എല്ലാവർക്കും അഡ്വാൻസായിട്ട് ഹാപ്പി വിഷു കേട്ടോ. വിഷുവിൻ്റെ ആശംസകൾ. അപ്പോൾ പിന്നത്തേക്ക് വെച്ചാൽ ഞാൻ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ മറന്നു പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തോട്ടൊന്നും അധികം വിഷു ആഘോഷമൊന്നുമില്ല. എല്ലാവരും ഇപ്പോൾ വിഷു ആഘോഷിക്കുന്നതിൻ്റെ ഒരുക്കത്തിലും തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ. അപ്പം നമ്മുടെ ഈ ഭാഗത്തോട്ട് ക്രിസ്ത്യൻസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം ആഘോഷം കണ്ടിട്ടില്ല. കൂടുതലും ഞാൻ ഈ വിഷു ആഘോഷമൊക്കെ കണ്ടേക്കുന്ന TV-ലാട്ടോ. പിന്നെ കുറച്ച് ദൂരെ നിന്നൊക്കെ പടക്കങ്ങളൊക്കെ പൊട്ടിക്കുന്ന അങ്ങനെ കേട്ടിട്ടുണ്ട്. അല്ലാണ്ട് ഇവിടെ ആഘോഷമായിട്ട് കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ വിഷു സദ്യയൊന്നും കഴിച്ചിട്ടില്ല. വിഷു പായസം കുടിച്ചിട്ടില്ല. വിഷു അടയൊക്കെ 1-2 പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തോട്ടത്തിൽ പണിക്ക് വരുന്ന ആരോ അങ്ങനെ കൊണ്ടുത്തന്നിട്ട് വിഷു അടയൊക്കെ കഴിച്ചിട്ടുണ്ട്. വിഷുവിനൊക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകാറില്ല കേട്ടോ. സമയം കിട്ടാത്തതുകൊണ്ട് അങ്ങനെ പോകാത്തതാണ് കേട്ടോ. അപ്പോൾ അത് പേരാവൂർ ഭാഗത്തു നിന്നൊക്കെ ആരോ അങ്ങനെ തന്നിട്ട് കഴിച്ചേക്കുന്നത്. ഈ ഭാഗത്തോട്ടില്ല കേട്ടോ. അങ്ങനെ ആ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാ ഇവിടെയൊക്കെ ഒന്ന് നന്നായിട്ട് ഉരച്ച് കഴുകി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ ആ ഒരു നിറച്ചേക്കുന്ന ഫില്ലിങ്ങൊക്കെ മാറ്റാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ സ്റ്റെയിനൊക്കെ അത്യാവശ്യം കാണുന്നുണ്ട് കേട്ടോ. അതൊരു 1-2 കൊല്ലം കൂടുമ്പോൾ ആ ഫിൽറ്ററിൻ്റെ അകത്തുനിന്ന് അത് മാറ്റി കൊടുത്താലേ പിന്നെയും വെള്ളം നല്ല ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ ഇതാ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വാർത്ത് ഇടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ചൂടുള്ള സമയമാണല്ലോ. അപ്പോൾ അടുക്കളയിൽ ഇതേപോലെ തീ കത്തിച്ചിട്ട് ജോലി ചെയ്യുന്നവരൊക്കെ നമ്മുടെ ഈ വയറിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ അധികം ചൂടടിക്കാതിരിക്കുന്ന കേട്ടോ ഏറ്റവും നല്ലത്. നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ഒരുപാട് നേരം അടുപ്പിൻ്റെ ചുവട്ടിൽ നിൽക്കാതിരിക്കുക. എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടുപ്പിൻ്റെ ചുവട്ടിൽ നിന്ന് മാറി നിൽക്കുക കേട്ടോ. വയറിനധികം ചൂട് തട്ടാതെ ശ്രദ്ധിക്കുക കേട്ടോ. പയറൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് പിന്നെ പയർ അരിഞ്ഞതിലേക്ക് ഉള്ളി പച്ചമുളകെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, കറിവേപ്പിലയും. എന്നിട്ട് നന്നായിട്ട് വാടി വന്നതിന് ശേഷം തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുത്തു കേട്ടോ. തേങ്ങ ചതച്ചിട്ടൊന്നുമില്ല, ചിരണ്ടിയത് അങ്ങനെ ചേർത്ത് കൊടുക്കുക ചെയ്താൽ. അപ്പോൾ പയർ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം മക്കൾക്കുള്ള പൊതി കെട്ടുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പള്ളി പോകുമ്പോൾ കൊണ്ടുപോകാനാണ് അവർക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് മോനുള്ളതാട്ടോ കെട്ടുന്നത്. മോന് ഇല മതി എന്നാട്ടോ പറഞ്ഞത്. അതുകൊണ്ട് ഇതാ പയറും പിന്നെ ഒരു മുട്ട പൊരിച്ചതും മാങ്ങാച്ചാറും പിന്നെ ഒഴിച്ച് കറിയായിട്ട് സാമ്പാറും വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോനിങ്ങനെ ചോറ് കൊണ്ടുപോകുന്ന സമയത്ത് അവർ കൂട്ടുകാരെല്ലാം കൂടി ഒപ്പമായിരിക്കൽ. എന്നിട്ട് എല്ലാവരും കൂടെ ചോറ് മിക്സ് ചെയ്തിട്ട് അങ്ങനെ കേട്ടോ കഴിക്കൽ. അപ്പോൾ മോള് കൊണ്ടുപോകുന്നത് പാത്രത്തിലാണ്. അപ്പം മോളും മോളുടെ കൂട്ടുകാരും ഫുഡ് കഴിക്കുന്നത് കറി കുറേശ്ശെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കൊടുത്തിട്ട് അങ്ങനെ കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ആൺപിള്ളേർ കഴിക്കുന്നത് ഇങ്ങനെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടാട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഇത്രയും ജോലി കഴിഞ്ഞത്തേക്കും റൂമിൻ്റെയൊക്കെ കോലം ഏകദേശം ഇതേപോലെയായി. അപ്പം മക്കൾ ക്ലാസ്സിലോട്ട് പോയി ചോറെല്ലാം കൊടുത്ത് പറഞ്ഞു വിട്ടു കേട്ടോ. അപ്പോൾ സ്കൂളുള്ള സമയത്തൊന്നും നമ്മൾ ചോറ് കൊടുത്തു വിടലില്ല കേട്ടോ. സ്കൂളിൽ നിന്ന് കഴിക്കുക കേട്ടോ ചെയ്യൽ. അങ്ങനെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് കുറച്ച് സീഡ്സ് എടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഒരുപാട് സീഡ്സ് ഉണ്ട്. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ സീഡ്സായിട്ട് മേടിക്കുന്നതാണേ.
പിന്നെ ഇതാ കുറച്ച് മുന്തിരി ജ്യൂസാക്കാൻ വേണ്ടിയിട്ട് അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം വന്നിട്ട് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് നനയ്ക്കുകയാണ്. കുരുമുളകും പയറെല്ലാം കൂടി നനച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നനച്ചാലും ഇല പുതിയതൊന്നും ഉണ്ടാവുന്നില്ല കേട്ടോ. വേനൽക്കാലം ആയതുകൊണ്ടാണ്. നനച്ചാൽ അങ്ങനെ വാടിപ്പോകാതെ നിൽക്കുന്നുണ്ട്. പക്ഷേ പുതിയ ഇലകളോ പൂക്കളോ ഒന്നും വരുന്നില്ല. അങ്ങനെ അടുക്കളത്തോട്ടമൊക്കെ നനച്ച് കഴിഞ്ഞു. വലിയ കാര്യമായിട്ടൊന്നും ഒരുപാട് നേരം നനയ്ക്കുന്നില്ല കേട്ടോ. കാരണം എല്ലായിടത്തും വെള്ളത്തിൻ്റെയൊക്കെ ക്ഷാമവും കുറവൊക്കെ ആയതുകൊണ്ട് നമ്മൾ വെള്ളമൊന്നും അധികം പാഴാക്കി കളയുന്നില്ല കേട്ടോ. പക്ഷേ ഇങ്ങോട്ട് വെള്ളത്തിന് കുറവൊന്നുമില്ല. മിക്ക വീടുകളിലും കുഴൽക്കിണറാണ് കേട്ടോ. ചില വീടുകളിൽ കുഴൽക്കിണറും ഉണ്ട്, സാധാ കിണറും ഉണ്ട് കേട്ടോ. പിന്നെ തൊട്ടടുത്ത് അടുപ്പിച്ചൊക്കെ വീടുള്ളവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വീട്ടിലാണ് കുഴൽക്കിണർ കുത്തി വെച്ചേക്കുന്നത്. പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ഇട്ടിട്ട് തുല്യമായിട്ടിട്ടിട്ട് അങ്ങനെ ഒരു വീട്ടിൽ നിന്നാണ് കേട്ടോ വെള്ളം ഉപയോഗിക്കുന്നത്. വലിയൊരു വെള്ളത്തിൻ്റെ ക്ഷാമം ഇങ്ങോട്ടില്ല. പക്ഷേ വെള്ളം ഈ കുഴൽക്കിണർ വെള്ളമാണെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ തിണ്ണയൊക്കെ അടിച്ചു വാരി തുടച്ചിട്ടു. പിന്നെ ഇതാ നമ്മുടെ മുന്തിരിയൊക്കെ വെന്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ ജ്യൂസാക്കി കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാട്ടോ. ആ മുന്തിരിയുടെ പച്ചച്ചുവയൊന്നും ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്തിട്ട് ഇത് ഒന്ന് അരിച്ചെടുക്കും കേട്ടോ. പിന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ നമുക്ക് കേടാകാതെ കുറേ നാളൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ വന്നിട്ട് ഇതാ മിറ്റമൊക്കെ ഒന്ന് തൂത്തിടുന്നുണ്ട്. അപ്പോൾ മിറ്റം തൂക്കുന്നതിന് മുമ്പ് ഞാൻ മിറ്റമൊക്കെ ഒന്ന് നനച്ചിടണമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ മറന്നുപോയി. അതിൻ്റേതായ പൊടികൾ തൂക്കുമ്പോൾ കാണുന്നുണ്ട്. പിന്നെ ഇതാ വന്നിട്ട് ഹാളും റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് വന്നു. ഹാളിലുണ്ടായിരുന്ന സാധനമൊക്കെ ഒന്ന് അടുക്കി പെറുക്കുവാണ്. അപ്പം ഞാൻ നേരത്തെ കാണിച്ചല്ലോ, റൂമെല്ലാം ആകെ രാവിലത്തെ തിരക്ക് പിടിച്ച എല്ലാ ജോലിയും കഴിഞ്ഞപ്പോഴത്തേക്കും അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ പിള്ളേർക്കിന്ന് ക്ലാസ് ഉള്ളതുകൊണ്ട് അവർ വൃത്തിയാക്കാനായിട്ട് നിന്നില്ല. ബെഡ്ഷീറ്റൊന്നും വിരിച്ചിട്ടിരുന്നില്ല. അപ്പോൾ ഞാനാണ് എല്ലാം ഇപ്പോൾ വിരിക്കാനായിട്ട് തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞു തിരക്കൊക്കെ ആണെങ്കിൽ ചെയ്യേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അവർ ചെയ്യാണ്ടിരുന്നത്. ഇല്ലെങ്കിൽ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടുന്നതാണ്. അപ്പോൾ ഇന്നാണ് ഈ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്നത് കേട്ടോ, വെള്ളിയാഴ്ച. അപ്പോൾ ഒരു വോയിസ് കൊടുക്കാൻ ഇന്നിപ്പോൾ ഒരു 12 മണിയൊക്കെ ആയി. അത്യാവശ്യം നല്ല ചൂടുള്ള സമയമാണ് കേട്ടോ. വെള്ളം കുടിച്ച് വയർ നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് വോയിസ് അങ്ങ് മുറിഞ്ഞു പോകണം, ശ്വാസം മുട്ടി പോകുന്നത് കേട്ടോ. എത്ര വെള്ളം കുടിച്ചിട്ടും തികയുന്നില്ല, ദാഹമൊന്നും മാറുന്നില്ല. അതുപോലെ ചൂടാട്ടോ. ഇതുവരെ ഇങ്ങോട്ട് ഒരു മഴ പോലും കിട്ടിയിട്ടില്ല. എല്ലായിടത്തും മഴയൊക്കെ കിട്ടി, വേനൽ മഴ പെയ്തു എന്നൊക്കെ അറിഞ്ഞിട്ട് കേട്ടോ. പക്ഷേ ഇങ്ങോട്ട് മഴ ഇതുവരെയും പെയ്തിട്ടില്ല. അങ്ങനെ എല്ലാ റൂമിലെയും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നേരെ ഇട്ടു. പിന്നെ പിള്ളേർ തേക്കാനെടുത്തിട്ട് ആ തുണിയും ഇതെല്ലാം ഒന്ന് മടക്കി വെച്ചു. പിന്നെ കസേരയൊക്കെ ഒന്ന് കൊണ്ടിട്ടു. അത് കഴിഞ്ഞിട്ട് അടിച്ചാലാട്ടോ ഒന്ന് വൃത്തിയായിട്ട് ഇരിക്കുകയുള്ളൂ. പിന്നെ പെട്ടെന്ന് പണികളൊക്കെ തീരും. അപ്പം തൂത്തിട്ടില്ല ഇതുവരെയും. എല്ലാം വൃത്തിയിലിട്ട് മേശയും കൂടി ഒന്ന് തുടച്ചിടുന്നുണ്ട് നന്നായിട്ട്. ഒരു 2-3 പ്രാവശ്യം വെള്ളം മുക്കി തുടച്ചിട്ട് മേശ നല്ല ക്ലിയറായിട്ട് കിട്ടുന്നുണ്ട്. ആദ്യം നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് തുടയ്ക്കും. പിന്നെ ഒന്ന് പിഴിഞ്ഞ് അങ്ങനെ 2 പ്രാവശ്യമായിട്ട് തുടയ്ക്കും കേട്ടോ. പിന്നെ ഇതാ കസേരയും ഒന്ന് സെറ്റ് ചെയ്തിടുന്നുണ്ട്. പിന്നെ ഇതാ റൂമൊക്കെ ഒന്ന് തൂത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ബെഡ്ഷീറ്റും ഇതെല്ലാം വിരിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തൂത്ത് വരാനായിട്ട് ഒരു എളുപ്പമായിട്ട് തോന്നത്തുള്ളൂ കേട്ടോ. അപ്പോൾ മേശേൻ്റെ ഒക്കെ അടി ആ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇടുന്നതാണ്, ആ കസേരയൊക്കെ വലിഞ്ഞടക്കുന്ന സമയത്ത്. അത് കഴിയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തൂത്ത് വാരി ഇടും. ഇപ്പം 2-3 ആഴ്ചയായിട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഈസ്റ്റർ, പെസഹ, ദുഃഖവെള്ളി, പള്ളിപ്പെരുന്നാൾ അതെല്ലാം കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കായിരുന്നു കേട്ടോ. എത്ര ജോലി ചെയ്തിട്ടും തീരാത്ത പോലെ പിന്നെയും ബാക്കിയായിട്ട് അങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏകദേശം എല്ലാ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ റൂം മുഴുവൻ തൂത്തുവാരി ഇനിയിപ്പോൾ എല്ലാതും തുടച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വേനൽക്കാലത്ത് നമ്മൾ നല്ല രീതിയിൽ വീടൊക്കെ തുടച്ചിടുകയാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പൊടി അടിയാതിരിക്കും. ഇപ്പോൾ പൊടി അടിഞ്ഞിരുന്നാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ മഴ പെയ്യുന്ന സമയത്ത് അത് അവിടെ ഇരുന്നിട്ട് പിന്നെ പൂപ്പലാവും കേട്ടോ. പിന്നെ നമുക്ക് റൂമിലൊക്കെ കയറുമ്പോൾ ജലദോഷവും തുമ്മലും അങ്ങനെയൊക്കെ ആവും. പിന്നെ മഴക്കാലത്തൊക്കെ വീട്ടിലാകെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പം നല്ല നീറ്റായിട്ട് തുടച്ച് വൃത്തിയൊക്കെ ആക്കി പോവുകയാണെങ്കിൽ പൊടികൾ അടിയുന്നത് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ മക്കളുടെ 3 ദിവസത്തെ പള്ളിയിലെ ക്ലാസ്സും കൂടെ കഴിഞ്ഞാൽ പിന്നെ അവർ തീർത്തും ഫ്രീ ആവും കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ ജോലി ഓരോരുത്തർക്ക് കൊടുക്കും. ഓരോ ദിവസം ജനൽ ക്ലീനിങ്, പിന്നെ ഷെൽഫുകൾ ക്ലീൻ ചെയ്യാൻ, അങ്ങനെയായിട്ട് ചെറിയ ജോലികൾ അവരെ ഏൽപ്പിക്കും കേട്ടോ. അതുകൊണ്ട് വീടൊക്കെ നല്ല നീറ്റായിട്ട് കിടക്കും. ഇപ്പോൾ ഈ ഇരിക്കുന്ന സോഫേൻ്റെ കീഴെയൊക്കെ ഡെയിലി തൂത്തുവാരലൊന്നുമില്ല. ഡെയിലി തൂക്കലുണ്ട് കേട്ടോ. നമ്മൾ പെരടിച്ചിടുന്ന സമയത്ത് അങ്ങനെ അതിൻ്റെ അടിയിൽ കൂടെ ചൂല് കൊണ്ട് അങ്ങനെ തൂക്കലുണ്ട്. പിന്നെ തുടച്ചിടൽ 2 ആഴ്ച കൂടുമ്പോഴേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാ അങ്ങനെ ഇന്നത്തെ തുടക്കലൊക്കെ കഴിഞ്ഞു. ഹാളും റൂമൊക്കെ തുടച്ചു. ഇനിയിപ്പോൾ അടുക്കള ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് കേട്ടോ. മറ്റേ അടുക്കള ക്ലീനായി, ഈ ഒരു അടുക്കള ക്ലീനാക്കി ഇടാനുണ്ട്. അപ്പോൾ ഇതൊന്ന് എല്ലാ സാധനങ്ങളും പെറുക്കി അപ്പുറത്തോട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ച് തൂത്തുവാരി തുടച്ചിടുന്നുണ്ട്. ഇപ്പോൾ വീടിങ്ങനെ തൂത്തുവാരി തുടച്ചിട്ടാലും മക്കളായാലും അത് വൃത്തികേടാക്കി ഇടത്തില്ല കേട്ടോ. പിന്നെ ഇത് വൃത്തികേടാകുന്ന എപ്പോഴാണെന്ന് വെച്ചത് പിറ്റേ ദിവസം രാവിലെയാണ് ഒരു പെര കണ്ടമാനം അങ്ങോട്ട് വൃത്തികേടാവുന്നത് കേട്ടോ. വൈകിട്ടായാലും വലിയ കുഴപ്പമൊന്നുമില്ല, എല്ലാം നീറ്റിൽ തന്നെ കിടക്കുന്നത്. പക്ഷേ രാവിലെ മക്കളെല്ലാം എഴുന്നേറ്റ് കഴിഞ്ഞ് രാവിലത്തെ ആ തിരക്കും ഭക്ഷണം കഴിക്കലും ഫുഡ് ഉണ്ടാക്കലും എല്ലാം കൂടി ആകുമ്പം ഈ അടുക്കള മാത്രമല്ല മൊത്തത്തിൽ വീടൊന്ന് വൃത്തികേടായിട്ട് കിടക്കും കേട്ടോ. അങ്ങനെയാണ്.
അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ ഞാൻ എടുക്കുന്നത് മൊബൈലിൻ്റെ ഫ്രണ്ട് ക്യാമറയിലായതുകൊണ്ട് കളർ ഷെയ്ഡ് അങ്ങ് മാറി മാറി വരുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ സാധാ ബാക്ക് ക്യാമറയിലാണ് എടുക്കൽ. ഇപ്പോൾ ഞാൻ അവിടെ ഒരു ട്രൈപോഡ് ഉള്ളതുകൊണ്ട് അതിനകത്ത് വെച്ചപ്പം ഇങ്ങനെ കളർ ഷെയ്ഡ് അങ്ങ് മാറി മാറി വരുന്നുണ്ട് കേട്ടോ, ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട്. ഇനി ഇതാ ഗ്യാസ് സ്റ്റൗവും പിന്നെ ആ ഒരു ചുമരൊക്കെ ഒന്ന് നന്നായിട്ട് തൂത്ത് തുടച്ചിടുന്നുണ്ട്. പിന്നെ ജനലിൻ്റെ ഈ ഒരു പടിയും ഇതേപോലെ തൂത്ത് തുടച്ചിടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു പ്ലാന്റ് ഉണ്ട്, അതിലൊക്കെ ഒന്ന് വെള്ളം നനച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഇൻഡോർ പ്ലാന്റിനോടൊന്നും വലിയൊരു താല്പര്യമില്ല കേട്ടോ. ഇത് ഒരാൾ തന്നുകൊണ്ട് പിന്നെ ഞാനങ്ങനെ വെച്ചേക്കുന്നേ ഉള്ളൂ. ഞാൻ പൈസ കൊടുത്ത് മേടിച്ച് വീട്ടിൽ വെക്കലൊന്നുമില്ല കേട്ടോ ഇൻഡോർ പ്ലാന്റ്. പക്ഷേ മറ്റുള്ള വീടുകളിൽ കിച്ചണിലെല്ലാം ഇരിക്കുമ്പോൾ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. മറ്റുള്ള വീടുകളിൽ നട്ടു വളർത്തിയിരിക്കുന്നതും കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് ഈ ഇൻഡോർ പ്ലാന്റ് നട്ടു വളർത്താനായിട്ട് വലിയൊരു താല്പര്യമില്ല. അതെന്താണെന്ന് അറിയത്തില്ല കേട്ടോ. അങ്ങനെ ഇതാ കിച്ചണൊക്കെ ക്ലീനാക്കി ജനലെല്ലാം നല്ല നീറ്റാക്കിയിട്ടു. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൻ്റെ ആ ഒരു ഡോറൊക്കെ ഒന്ന് തുടച്ചിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഫ്രിഡ്ജിൻ്റെ ക്ലീനിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ തറയും കൂടി ഒന്ന് തൂത്തുവാരി തുടച്ചിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അടുക്കളയും വീടും എല്ലാം മൊത്തത്തിൽ ക്ലീനായിട്ടോ. പിന്നെ നമുക്ക് വെറുതെ ഇരിക്കാവുന്നതാണ് കുറച്ച് നേരമൊക്കെ. ഇത് കാണുമ്പോൾ ഒരു സമാധാനവും സന്തോഷമെല്ലാം കണ്ടിരിക്കാനായിട്ട്. പിന്നെ ഇതാ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഇതാ നമ്മുടെ പ്ലാവിലൊരു ചക്ക പഴുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മൂത്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി വെയിൽ കൊണ്ട് പഴുത്തതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷേ കഴിക്കാനായിട്ട് നല്ല മധുരം എല്ലാം ഉണ്ട്. ഇതൊരെണ്ണം നല്ല രീതിയിൽ മണം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ പഴുത്തായിട്ട് ഇരിക്കുന്നത്, തണ്ടൊക്കെ ഇതാ വാടി ഇരിപ്പുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചു ഇനി ഇത് ഇതിനേക്കാളും വലിപ്പം വെക്കുമെന്നാട്ടോ വിചാരിച്ചത്. പക്ഷേ മൂത്തിട്ടുണ്ട്, അധികം വലിപ്പം വെച്ചിട്ടില്ല, കൂട്ടമായിട്ട് കളഞ്ഞുകൊണ്ടായിരിക്കും. പിന്നെ വന്നിട്ട് ഇതൊരു ഷമാമിൻ്റെ ജ്യൂസാക്കി കുടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഷമാമിൻ്റെ ജ്യൂസ് ഇവിടെ തയ്യാറാക്കുന്നത് പാലൊഴിച്ചിട്ടാട്ടോ. അപ്പോൾ ഇതിന് ഒരുപാട് മെത്തേഡുണ്ട്. പക്ഷേ ഇതിന് വലിയ മധുരമൊന്നുമില്ലല്ലോ, ഒരു ടേസ്റ്റും ഇല്ലാത്തൊരു പഴമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് അരിഞ്ഞിട്ട് അതിലേക്ക് തേൻ ഒഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കശുവണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാല് തിളപ്പിച്ച് തണുത്ത പാലായിരുന്നു കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇല്ലാണ്ട് നമ്മൾ ഫ്രഷ് പാൽ ഒഴിച്ച് കൊടുത്താൽ അതിനൊരു നെയ്യുടെ ചുവയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത് തിളപ്പിച്ചതിൻ്റെ പാടയൊക്കെ മാറ്റിയ ആ ഒരു പാലാണ്. അപ്പോൾ അതൊരു ഗ്ലാസ് കുടിച്ചതിന് ശേഷം വന്നിട്ട് ഇന്നലെ അലക്കിയിട്ട് തുണികളുണ്ടായിരുന്നു, അതെല്ലാം കൂടി എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇന്ന് അലക്കാനുള്ള തുണികളുണ്ട്, അപ്പോൾ അത് അലക്കിയിടുവാണ്. അപ്പോൾ ഈ അലക്കലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് പച്ചക്കറിയൊക്കെ കയറ്റി വിടുന്ന നെറ്റ് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര നാളും ഇതിൻ്റെ മുകളിൽ അമരപ്പയർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വള്ളിയായിരുന്നു നിറച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നല്ല ഇരുട്ടായതുകൊണ്ട് തന്നെ ഈ അലക്കുന്നതിൻ്റെ അവിടെ എത്ര കഴുകിയിട്ടാലും പായലാട്ടോ. അപ്പോൾ ഇപ്പോൾ അതെല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് വെയിലടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം പായലെല്ലാം ഉണങ്ങിയിട്ട് ആ ഒരു വഴുവഴുപ്പൊക്കെ കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ അവിടെ പാവൽ ഒരെണ്ണം നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം ഈ പന്തലിലോട്ട് മഴയാകുമ്പോഴത്തേക്കും കയറി എത്തും. അങ്ങനെ ഇതാ തുണികളെല്ലാം അലക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഷാമ്പൂവിനകത്ത് മുക്കി വെച്ചിരുന്ന അധികം ചെളികളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഡെയിലി അലക്കുന്നതുകൊണ്ട് ഒരുപാട് കാര്യമായിട്ട് അങ്ങനെ അലക്കാനൊന്നുമില്ല കേട്ടോ. എന്നാലും തുണി അലക്കാനില്ലാത്ത ദിവസവും ഇല്ല, എല്ലാ ദിവസവും അലക്കാനും ഉണ്ടാവും. അങ്ങനെ ഇതാ തുണികളൊക്കെ എല്ലാം കഴിഞ്ഞു, എല്ലാം കൊണ്ടുപോയി വിരിച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ തുണി ഊരി പിഴിയുന്നത് ഒരു 4-5 പ്രാവശ്യം വെള്ളത്തിൽ ഊരി പിഴിയുന്നുണ്ട്. അപ്പോൾ ഞാനത് എഡിറ്റ് ചെയ്യുമ്പം കട്ട് ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ വീടിൻ്റെ ചുറ്റും ഇത്രയും മരങ്ങളുണ്ടായിട്ട് പോലും നല്ല ചൂടാണ് കേട്ടോ ഇങ്ങോട്ടൊക്കെ. എന്താണെന്നറിയത്തില്ല, 4 പുറത്ത് മരങ്ങളുണ്ടായിട്ടും ചൂടിന് ഒരു കുറവുമില്ല കേട്ടോ. ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു പച്ചപ്പൊക്കെ മാറി കേട്ടോ, മരത്തിൻ്റെ എല്ലാം ഒരു മഞ്ഞപ്പിലേക്ക് പോന്നു. നനയ്ക്കുന്നുണ്ടെങ്കിലും ചൂട് കൂടിയിട്ടാണ് എല്ലാ ഐറ്റംസും നട്ടു വെച്ചിരിക്കുന്ന എല്ലാം ഒരു മഞ്ഞ കളറായിട്ടോ ഇലയ്ക്കൊക്കെ. പിന്നെ ഇതാ തുണി അലക്കലെല്ലാം കഴിഞ്ഞ് വന്നത്തേക്ക് മോൾക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മേക്കപ്പ് സെറ്റുകളാണ്, എന്തോ ഡാൻസിന് കൂടാനൊക്കെ ആയിട്ടാണ്. അപ്പം ഞാൻ വെറുതെ ജസ്റ്റ് എല്ലാം എടുത്ത് നോക്കുന്നുണ്ട്. ഇനി മോള് വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് വന്നിരിക്കുന്നത്, എന്തൊക്കെയോ ഉണ്ട്. ഇനി അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ചക്ക വെട്ടി കേട്ടോ. അപ്പോൾ ഒരു മുറിയെ എവിടെ എടുത്തുള്ളൂ, ബാക്കി പകുതി ചേട്ടായിയുടെ കയ്യിൽ തോട്ടത്തിലോട്ട് കൊടുത്തു വിട്ടു കേട്ടോ. ചേട്ടായി ഇടയ്ക്ക് വന്നായിരുന്നു, അപ്പോൾ തോട്ടത്തിൽ കൊടുത്തു വിട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു പ്ലാവിലെ ചക്ക കേട്ടോ. ഈ ഒരു കളറാണ്, നല്ല മധുരമാണ് കേട്ടോ. തേൻ വരിക്കയാണോയെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ നമ്മൾ 3 വർഷം കൊണ്ട് കായ്ക്കുന്ന ഒരു പ്ലാവ് മേടിച്ചതാണ്. നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ. പിന്നെ ഇത് ചേട്ടായി കുറച്ച് മുന്തിരി ഉണങ്ങാനായിട്ട് വെച്ചേക്കുന്നതാണ്, പച്ചമുന്തിരി. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പെരുന്നാളിന് പോകുന്ന ഒരു വിശേഷങ്ങളാണ് കേട്ടോ. അത് പെരുന്നാളിൻ്റെ ദിവസം എടുത്തിരുന്നതാണ്. നമുക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല കേട്ടോ. വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചാലും ഇടാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുൻഭാഗത്തൂടെ പോകുന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ നടന്നാട്ടോ പെരുന്നാളിന് വന്നേക്കുന്നത്. കാരണം ഒരുപാട് പേരുള്ളതുകൊണ്ട് കാറൊന്നും വെക്കാൻ സൗകര്യമില്ല. വീടിൻ്റെ അടുത്ത് തന്നെയാണല്ലോ പള്ളി. ഞാൻ ആ വീഡിയോ കാണിച്ച അത്രയും ദൂരമുള്ളൂ കേട്ടോ. പിന്നെ ഇതാ പള്ളിയിൽ വന്നപ്പം അത്യാവശ്യം അലങ്കാരങ്ങളെല്ലാം ഉണ്ട്. ഈ പ്രാവശ്യം അത്യാവശ്യം നല്ല കളറായിരുന്നു കേട്ടോ പെരുന്നാൾ. വയലിൻ ഫ്യൂഷൻ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ചെണ്ടമേളം എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടു. അപ്പോൾ ഇതിനു മുമ്പ് കുർബാന ഉണ്ടായിരുന്നു, അതെല്ലാം കൂടി കഴിഞ്ഞിട്ടാട്ടോ പിന്നെ പ്രദക്ഷിണത്തിന് പോകാനായിട്ട് നിൽക്കുന്നത്.
അപ്പോൾ ഒരു 7 മണിക്കാട്ടോ പ്രദക്ഷിണം തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ഒരുപാട് ആളുണ്ടായിരുന്നു പ്രദക്ഷിണത്തിന്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തുടങ്ങി കഴിഞ്ഞിട്ട് അത് പ്രദക്ഷിണം തിരിച്ചു വന്നിട്ട് നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പള്ളിയിൽ നിന്ന് ടൗണിലോട്ടാട്ടോ പോകുന്നത്. ടൗണിൽ കുരിശുപള്ളിയുണ്ട്, അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരും കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പെരുന്നാൾ ശനിയാഴ്ചയാണ് കേട്ടോ. പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ ഉണ്ട് കുരിശുമല കയറ്റം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം പ്രദക്ഷിണം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് കഴിക്കാനായിട്ട് പള്ളിയിലുണ്ടായിരുന്നത് നെയ്ച്ചോറും ബീഫും ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വർഷം തൊട്ട് നമ്മുടെ പള്ളി സെൻറ്റ് തോമസ് ചർച്ച് കൊളക്കാട് നമ്മൾ തീർത്ഥാടന ദേവാലയമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ തോമാശ്ലീഹയുടെ തിരുശേഷിപ്പുണ്ട് കേട്ടോ. കൈയുടെ അസ്ഥിയുടെ ഭാഗമാണ് തിരുശേഷിപ്പായിട്ട് പള്ളിയിലാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാണാനും എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ കാണാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കൊളക്കാട് പള്ളിപ്പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ രാത്രി 10 മണിയായിട്ടോ. പിറ്റേ ദിവസം രാവിലെ മല കയറാനായിട്ട് പോകണം, കുരിശുമല കയറാനായിട്ട്. അപ്പം ഇവിടെ മല കയറ്റം രാവിലെ ഒരു 4 മണിയാകുമ്പോൾ തുടങ്ങും കേട്ടോ. വഴി കൂടെ എല്ലാം ലൈറ്റ് ഉണ്ടാവും, അങ്ങ് മുകൾ ഭാഗം വരെ ലൈറ്റ് ഉണ്ടാവും. അപ്പം ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. 4 മണിക്ക് കയറാൻ തുടങ്ങും. 4 മണിക്ക് കയറുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ചൂട് കുറവായിരിക്കും കേട്ടോ. നമ്മളൊരു 5 മണിയൊക്കെ ആയി എഴുന്നേറ്റപ്പം ഒരു 6, 7 മണിയൊക്കെ ആയിട്ടോ കയറാനായിട്ട് തുടങ്ങിയപ്പം. ഇനിയിപ്പം വീഡിയോയിൽ കാണിക്കുന്നത് ഞായറാഴ്ചത്തെ കുരിശുമല കയറ്റമാണ് കേട്ടോ. ഞായറാഴ്ച രാവിലെ. അപ്പോൾ നമ്മൾ പുലർച്ചെ ഒരു 5 മണിയായപ്പോൾ എഴുന്നേറ്റ് 7 മണിയുടെ അടുത്ത് കയറാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുൻഭാഗത്തൂടെയുള്ള വഴി കൂടെയാണ് കുരിശുമല കയറാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് പേരുണ്ടാവും. ഏകദേശം ഇത്രത്തോളം ആൾക്കാർ 4 മണി തൊട്ട് കയറാൻ തുടങ്ങുന്നതാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഒരു 2 മണി 2:30 വരെ ഉണ്ടാവും കേട്ടോ കുരിശുമല കയറ്റം. അതോടെ തീരും. 2 കുർബാനയാണുള്ളത്. മലപ്പള്ളിയിലും കുർബാനയുണ്ട്, ഇവിടെ താഴത്തെ പള്ളിയിലും കുർബാനയുണ്ട് കേട്ടോ. അപ്പോൾ ഇതങ്ങ് നമ്മുടെ തറവാടിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ കൂടെയാണ് ഈ കുരിശിൻ്റെ വഴി പോകുന്നത് കേട്ടോ. ഈസ്റ്റർ കഴിഞ്ഞിട്ട് വരുന്ന ഞായറാഴ്ചയാണ് കേട്ടോ ഇവിടുത്തെ പള്ളിയിൽ പെരുന്നാൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ വിശേഷങ്ങൾ.